ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണർ റിലീസായി ഓഗസ്റ്റ് 22 തിയേറ്ററിൽ വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് നിലവിൽ കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ആഗോളതലത്തിലും തന്നെ വമ്പൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ നാലാമത്തെ ഞായറാഴ്ച കൂടിയായ 25 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന താരങ്ങളെ ഡൊമിനിക്കലും തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ 24 ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി സ്വന്തമാക്കിയത് 2,70,00,000 രൂപയായിരുന്നു. 1,58,00,000 രൂപയാണ് ആദ്യ 24 ദിവസം കൊണ്ട് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 25 ദിവസമായ ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 3-3.5 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 25 ദിവസം കൊണ്ട് 104 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 24 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എമ്പുരാൻ നേടിയെടുത്തിരുന്ന കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച ഈ സിനിമ 25 ദിവസമായ ഇന്ന് ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 25 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 275 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ലോക സിനിമയ്ക്ക് ഇപ്പോൾ ഓണർ റിലീസായി ഓഗസ്റ്റ് 22 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹൃദയപൂർവ്വം. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ സിനിമ 24 ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 48 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഈ സിനിമയുടെ 24 ദിവസത്തെ കേരള കളക്ഷൻ 40,55,00,000 രൂപയാണ്. 25 ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയ്ക്കും കേരളത്തിൽ കളക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ 65-70 ലക്ഷം റേഞ്ചിൽ കേരള കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 25 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 41,30,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 74 കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ കളക്ഷനായി 75 കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിൽ മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് മിറാജ്. അപർണ ബാലമുരളി, ഹക്കിം ഷാജഹാൻ, ഹന്ന റജി കോശി, അർജുൻ, ദീപക് പറമ്പോൾ, ശരവണൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ആദ്യ ദിവസം കേരളത്തിൽ 1,10,00,000 കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച 1,03,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2,13,00,000 സ്വന്തമാക്കിയ ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയും 1,10,00,000 റേഞ്ചിൽ തന്നെയാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 3,25,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 4.5 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മുഹാഷിൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ അവറാം, വിജയരാഘവൻ, രവീണ രവി, ശാന്തികൃഷ്ണ, ശീതൽ ജോസഫ് എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 11,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. രണ്ടാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനായി 20 ലക്ഷം സ്വന്തമാക്കിയ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ 31,50,000 രൂപയാണ്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 55 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ GCC ഓവർസീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ജോളി LLB 3 എന്ന ബോളിവുഡ് സിനിമയാണ്. നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ 25,000-30,000 റേഞ്ചിൽ ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇക്കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 ലക്ഷം ടിക്കറ്റാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. അക്ഷയ് കുമാർ നായകനായി സുഭാഷ് കപൂർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 19 തിയേറ്ററിലെത്തിയ ഒരു കോർട്ട് റൂം കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 9,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 15 കോടി കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തത് 24 കോടി രൂപയായിരുന്നു. ആദ്യ 2 ദിവസം കൊണ്ട് 39 കോടി രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വിദേശ കളക്ഷൻ 10 കോടി രൂപയാണ്. ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ 49 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 35-40 കോടി റേഞ്ചിലാണ്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 90 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 120 കോടിയാണ്. ഹർഷ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഭാഗി 4. ടൈഗർ ഷറോഫ്, സഞ്ജയ് ദത്ത്, സോനം ബജിവ, ഫർനാ സന്ധു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 16 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് 52,77,00,000 രൂപയാണ്. സിനിമയുടെ 16 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ 62,20,00,000 രൂപയുമാണ്. GCC ഓവർസീസ് കളക്ഷനായി 16 ദിവസം കൊണ്ട് 14,80,00,000 സ്വന്തമാക്കിയ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 77 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 80 കോടി റേഞ്ചിലാണ്. ശിവകാർത്തികേയൻ നായകനായി AR മുരുകദോസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 5 തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടിയ തമിഴ് സിനിമയാണ് മദ്രാസി. രുക്മിണി വസന്ത്, വിദിത് ജബ്വാൾ, മിജു മേനോൻ, വിക്രാന്ത്, ഷബീർ കല്ലറയ്ക്കൽ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 16 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 56,50,00,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 16 ദിവസം കൊണ്ട് 72,50,00,000 സ്വന്തമാക്കിയ സിനിമ വിദേശ കളക്ഷനായി 25 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 16 ദിവസം കൊണ്ട് 97,50,00,000 രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.